ഫാസ്റ്റത്തെ അക്ഷരം പറഞ്ഞുതരോ പ്ലീസ്? ഞാൻ ഫൂളോ, നിങ്ങൾക്ക് തെറ്റി. എന്നാ നിങ്ങൾ മണ്ടൻ 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 അത് മാറ്റാൻ പറയരുത് പ്ലീസ്. മണ്ടന് ചാനൽ മണ്ടന് ചോദ്യം ചോദിക്കാനല്ലേ പറ്റുകാന്ന്. അതെ അതെ, അതാണ് ഞാൻ എന്നോടൊന്നും ചോദിക്കാത്തത്. മണ്ടൻ ചോദ്യങ്ങൾ എനിക്കറിയില്ല. ഓക്കെ, ഞാൻ മണ്ടന്മാരോട് സംസാരിക്കാറില്ല. ഇത്ത റോയ് ജോർജിന് എത്ര വയസ്സ്? നിന്റെ കണ്ടിട്ട് ഇത്താന്ന് വിളിക്കാൻ തോന്നുന്നുണ്ടോ? പറയൂ. ബോഡി ഗാർഡ് പോരട്ടോ, ബോഡി ഗാർഡ് കമ്മോൺ. തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവേ അതെ കണ്ടിട്ടേ വയസ്സ് അതെ, നന്നായി വരിക നല്ലതായി വളരുക, അത് എനിക്ക് അത്രേ പറയാനുള്ളൂ. സപ്പോസ് ഡ്രീം വേൾഡ് ഹായ്. ലൈവ് ഒക്കെ ഇട്ടാൽ കിറുക്കൻ തൂക്കുമോന്ന്. നീ ഒന്നും പണിയണ്ട. പക്ഷെ എന്നാലും തോമസ് അങ്ങനെ മോശം ചാറ്റൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ജസ്റ്റ് ഫോർ എ കോയി തരം, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഫോർ എ എന്റർടൈൻമെന്റ് അറിയായിരിക്കേ. അതത്രേ ഉള്ളൂ. അതെ. സപ്പോസ് ഡ്രീം വേൾഡാ അയ്യോ 20K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. അവന്റെ ഒരു വീഡിയോ ഉണ്ട് ലൈവിൽ പാത്തു എന്ന്. അതാരാണ്? അയ്യോ അതൊന്നും എനിക്കറിയാം, ഞാൻ ആ ലൈവ് കണ്ടിട്ടില്ല. വേറെ എന്തെങ്കിലുമൊക്കെ പറയോ? ആരതാണ് 20K ലൈക്ക്? അത് സപ്പൂസ് വേൾഡിന് പബ്ലിക് കേരള ചാനലിലുണ്ട് വീഡിയോ. മറ്റെന്താണ് അതിന്റെ റിപ്പോർട്ടർ പേരെന്തായിരുന്നു പബ്ലിക് ചാനലിലുള്ളത്? ഞാൻ നോക്കണ്ടെന്ന. വയസ്സ് 30. എന്നിട്ടാണ് ഇന്നെ താത്ത വിളിക്കണത്. എന്നെ മകളേന്ന് വിളിച്ചാൽ തന്നെ കുറഞ്ഞു പോകും. ഉണ്ണീന്ന് വിളിക്കണം. ഉണ്ണീന്നല്ലല്ലോ, കുഞ്ഞേന്ന് വിളിക്കണം. ഇന്ന താനൊക്കെയാണില്ലേ. കാപ്പിപ്പൊടിയോ എന്താണ്? കാതർ കരിപ്പൊടി. സത്യം, ഞാൻ ആ റിഫണ്ട് സമയത്തൊക്കെ കണ്ടിരുന്നു. അല്ല മൂപ്പര് ഇതിൽ പോയോ? മൂപ്പരല്ല ചെയ്തില്ലേ, മൂപ്പര് ചാനലില് ആ വീഡിയോ ഉണ്ട്. എന്ത് മറ്റേ 1 മണിക്ക് ലൈവ് ഇട്ടോ ജയിലിലാണ് പറഞ്ഞില്ലേ അയാള്. കാതർ കരിപ്പൊടി എന്തോരം വേണ്ട അമ്മായി എന്ന് വിളിക്ക. അത് വീട്ടിൽ പോയി വിളിച്ചാ മതി കേട്ടാ. നിന്നെ കാണുമ്പോൾ ഇത്ത എന്നേരം വിളിക്കാൻ തോന്നുന്നത് മുത്ത്. അത് കൊണ്ടുപോയിട്ടോ, ആ കമന്റ് കൊണ്ടുപോയി. എനിക്കുള്ളിൽ തട്ടി. നോമ്പ് കയ്യാറായി, ദുആ. അതെല്ലാരും പ്രാർത്ഥിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുന്നില്ലേ. അസ്സലാമു അലൈക്കും ഷൗക്കത്തെ. വലൈക്കും അസ്സലാം ഷൗക്കത്ത് കാക്ക. ആശിക്കാശി കൊണ്ടുപോയിട്ടോ, അതോ കൊണ്ടുപോയി. ബോഡി ഗാർഡ് റിയാക്ട് ചെയ്യും. ബോഡി ഗാർഡ് മണ്ടനായിരുന്നു. ഇതാരാ? ഇതിന്റെ ബോഡി ഐഡിയ അല്ല മണ്ട, ഇതിന്റെ ബോഡി ഗാർഡാണ്. ഇത് ഞാൻ പൈസ എടുത്ത് ഇറക്കിയ ബോഡി ഗാർഡാണ്. പക്ഷെ പെർഫോമൻസ് പോരാ. ആക്ഷനും ഇല്ലാതെ ഇതറങ്ങി തൂങ്ങിയിരിക്കാണ്. കോഴിക്ക് പനി വന്ന മരിക്കാറില്ലേ. ബോഡി ഗാർഡ് ആണോ? സാലറി എങ്ങനെയാണ്? സാലറി ഒന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഞാൻ വർക്ക് എങ്ങനെ ഉണ്ടോ നോക്കിയിട്ട്. വർക്ക് പോരാ, മിക്കവാറും ഞാൻ ഡിസ്മിസ് ചെയ്യും. നീ എന്നെ ഡിസ്മിസ് ചെയ്ത എനിക്ക് പുല്ലടി പുല്ല്. എനിക്ക് കോഴില്ല പണി. എന്നെ കാണാൻ എന്നെ പോലെ ഉണ്ടല്ലോന്നോ? അതുണ്ടാവും. ലോകത്ത് ഒരാളെ പോലെ 7 ആൾക്കാരുണ്ട് എന്നാണല്ലോ. നീയും കൂടി നിന്ന് ഒലിപ്പിക്കുന്നു. പോടാ ബോഡി ഗാർഡ്. ബോഡി ഗാർഡ് പിന്നെ തെറിയല്ലേ വിളിച്ചത്. എന്നിട്ട് പോയി. നന്മയുടെ പാതയിലാണ് ഇപ്പോ. അമ്പടി കൊള്ളാം, നല്ല ബോഡി ഗാർഡ്. അതെ, ഇയാളൊരു ദുഷ്ടനാണ് ഗൈസ്. ഞാൻ ഇയാളുടെ മനസ്സിലെ മാൻ അല്ല വുമൺ. ഓക്കെ വുമൺ, നോ പ്രോപ്സ്. ഞാൻ ഇയാളുടെ ദുഷ്ട മനസ്സ് കാണാൻ വൈകിപ്പോയി. ഇനിയും വൈകിട്ടില്ല. ഏത് സ്റ്റാൻഡിന്റെ? എന്താ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ? അങ്ങനല്ലേ. ഏത് സ്റ്റാൻഡിന്റെ പിന്നിലാണ് വീട്? സ്റ്റാൻഡിലേക്ക് ഞാൻ വരാറില്ല. ഞാൻ വീട്ടിലല്ലേ നിക്കണതാണ് മണ്ട. പിന്നെ എന്തിനാ ഞാൻ സ്റ്റാൻഡിൽ വരണം? ഇതെന്താ പരിപാടി? ഇത് പുതിയ ഷോ ആണ്. എങ്ങനെയുണ്ട്? ബോഡി ഗാർഡിന്റെ പേര് ബഷീർ. ഓക്കെ, ഞാൻ പോകുക. ഓക്കെ മോയി, സാരമില്ല, ഓഫർ ഇനിയും വരും. ചെകുത്താൻ. അല്ല, നീ ഒഴിവാക്ക്, ഞാൻ വരാം നിന്റെ ബോഡി ഗാർഡിൽ. നമ്മൾ ലുക്കിൽ നിന്നുള്ള വർക്ക് സൂപ്പറാണ്. ഞാൻ പുതിയ അപ്പോയിന്റ്മെന്റ് മിക്കവാറും നടത്തേണ്ടി വരും. സ്ക്രീനിലേക്ക് എന്തിനാ ഇങ്ങനെ എത്തി നോക്കണത്? കണ്ണിനെന്തോ പ്രശ്നം ഉണ്ടാവും. സ്ക്രീനിലേക്ക് കേറി നിൽക്കണം. ഞാനോ വിട്ടുപിടിച്ചാലോ? ഹലോ, ഞാൻ ഇപ്പൊ കൈ ഇവിടെ എത്രയും ദൂരത്ത് പിടിക്കണ്ടേ, അതുകൊണ്ടാണ്. ഓക്കെ, ഹസ്സാന്റെ വൈഫാണോ? അങ്ങനെയും പറയാം. പക്ഷെ ഏത് നിമിഷവും ഞങ്ങൾ സെപ്പറേറ്റഡ് ആവും.